ഇതാണ് ശരിക്കുള്ള കളർ. ഇത് നമ്മൾ കളർ ചെയ്ത് വരുമ്പോ ഈ ഒരു മാറ്റ് ഫിനിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. വരച്ച് മാറ്റ് ഫിനിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലോസി ഫിനിഷ്. ഇത് ഗ്ലോസി ഫിനിഷ്. നമുക്ക് ഇത് വേണം ഏത് കളറിൽ വേണേലും ചെയ്തെടുക്കാം. ഒരു ചെങ്കല്ലുമ്മ ജസ്റ്റ് ചങ്ങലൊന്ന് ഹാങ് ചെയ്തിട്ട് ഇതുമ്മ ഒന്ന് പിടിപ്പിച്ചേക്കണേണ്. സ്ക്രൂ ഹോൾഡ് ചെയ്യുന്ന എന്തുമാത്രം അതിന്റെ കപ്പാസിറ്റി ഉണ്ടെന്ന് അറിയാൻ വേണ്ടിട്ട്. സ്ക്രൂ ഓടിയുന്നില്ലല്ലേ? ഇല്ല കുഴപ്പമില്ല. ജസ്റ്റ് ഒന്ന് പൊക്കി കട്ട ഒന്ന് തൂക്കി കാണിക്കാൻ പറ്റുമോ? വെയിറ്റ് ഒന്ന് അറിയാനായി. ഓക്കെ അത്രയും വെയിറ്റ് ഉണ്ട്. ആ കട്ട ഏതായാലും തൂങ്ങി നിൽക്കുകയാണ്. 0.65 ഡെൻസിറ്റി ആണ് നമ്മുടെ ഡോറിന്റെ ഇത് വരുന്നത്. ആ ഡെൻസിറ്റി ഉള്ള ഡോറിന്റെ ഇത് നമ്മള് സ്ലൈസ് ചെയ്തേക്കണേണ്, അതായത് കട്ട് ചെയ്തേക്കണേ, ഏറ്റവും ചെറിയ രീതിയിൽ കട്ട് ചെയ്തേക്കണേണ്, സ്ലൈസ് ചെയ്തെടുത്തേക്കണേ. അപ്പൊ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് ആ ഡെൻസിറ്റി അത്രയും ഉള്ളത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ചെറിയ ഇതിനകത്തേക്ക് നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റുന്നത്. ഇതൊന്ന് ബെൻഡ് ചെയ്ത് WPCയുടെ ഒരു ഗുണമാണ് ഇങ്ങനെ ബെൻഡ് ചെയ്യാൻ പറ്റുമെന്നുള്ളത്. ബെൻഡ് ചെയ്യാൻ പറ്റും. കാരണം WPC ബെൻഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇത്. നമ്മൾ ആദ്യം കണ്ടതിനകത്ത് ഈ ഒരു പിൻതല ഇല്ലാതായിരുന്നു. ഇതിനിപ്പോ പിൻതല അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രധാനമായിട്ട് അറിയേണ്ടത് ഇങ്ങനെ ചെയ്താലും വില വ്യത്യാസം ഉണ്ടോ? നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് WPC ഡോർസും വിൻഡോസും ഒക്കെ വിൽക്കുന്ന ഒരു ഷോറൂമിലാണ്. ഇത് എറണാകുളം തൃക്കാക്കരയാണ് ഈ ഷോറൂം. അപ്പൊ അതിന്റെ മാനേജിംഗ് ഡയറക്ടർ പേരെങ്ങനെയാണ്? അനസ് നമ്മോട് പോണ്ട്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ പേരെങ്ങനെയാണ്? ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ഇത് ആമസോൺ വുഡ്സ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിന്റെ പേര്. ആമസോൺ വുഡ്സ്. നമ്മൾ മെയിൻ ആയിട്ട് WPCയുടെ ഡോറ്, ഫ്രെയിം, വിൻഡോസ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫൈബർ ഡോർ ചെയ്യുന്നുണ്ട്, ബാത്റൂമിലേക്കുള്ളത്. UPVCയും ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് സ്ഥലം ഇവിടെ എറണാകുളം തൃക്കാക്കര ക്യുസാറ്റിന്റെ അടുത്തുള്ള പൈപ്പ് ലൈൻ റോഡാണ്. ഇത് ഒരു ഷോറൂം ആണല്ലോ. നമുക്ക് ഓരോന്നൊന്ന് കണ്ടു മനസ്സിലാക്കാം. ഇതിപ്പം എന്ത് മെറ്റീരിയൽ ചെയ്തിരിക്കുന്നതാണ് ഈ ഒരു ഡോർ? ഇത് നമ്മള് WPC ചെയ്തേക്കണാണ്, ET കളറിൽ ചെയ്തേക്കണാണ്. 4.2 ഫ്രെയിമോ 28mm WPC ഡോറും ആണ് വരുന്നത്. നമുക്ക് വരച്ച് ചെയ്തേക്കണേണ്. ഇത് ഫുള്ള് ഒറ്റ ഷീറ്റ് ആണ്. ഒറ്റ ഷീറ്റാണ്. അതിനകത്ത് നമ്മൾ റൂട്ടറിൽ എങ്ങനെ വേണമെങ്കിലും സ്ട്രെയിറ്റ് ലൈൻ എങ്ങനെ വേണമെങ്കിലും ഡിസൈൻ ചെയ്യാൻ പറ്റും. കസ്റ്റമറുടെ കസ്റ്റമൈസേഷൻ നമുക്ക് വിടാൻ പറ്റും. പെയിന്റ് ചെയ്ത് മാറ്റ് ഫിനിഷ് ചെയ്തേക്കണം, ഓട്ടോ പെയിന്റ് ചെയ്ത് മാറ്റ് ഫിനിഷ് ചെയ്തേക്കണേണ്, വരച്ചെടുത്തേക്കണേ. ഇതിപ്പം വേറൊരു ഡിസൈൻ ടീക്കൂട്ടിന്റെ ഒരു ഫിനിഷ് ചെയ്തേക്കണം, മാറ്റ് ഫിനിഷ് ടീക്കൂട്ട് തന്നെ. ഇത് 4.2 ഫ്രെയിം വന്നേക്കണത്. ഇത് 30mm WPC ആണ് വന്നേക്കണത്. ഇത് നമുക്ക് തേക്കിന്റെ കളറിലാണ് ചെയ്തേക്കണത്. അത് 4.2 ആണെങ്കിൽ ഇത് 4.2. ഏത് സൈസിൽ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിലിപ്പം ഇതും ഒറ്റ ഷീറ്റേല് നമ്മള് റൂട്ടറിൽ ഗ്രൂ അടിച്ചേക്കണേ. അത് കഴിഞ്ഞ് കഴിയുമ്പോ നമ്മള് മാറ്റ് ഫിനിഷ് ചെയ്തേക്കണേ, വരച്ചിട്ട് മാറ്റ് ഫിനിഷ് ചെയ്തേക്കണം. അതെ, ഇത് നമുക്ക് 4.2 ഫ്രെയിമില് മൈക്ക ഒട്ടിച്ചു വന്നേക്കണേ. ചില കസ്റ്റമേഴ്സ് നമുക്ക് കിച്ചൺ കബോർഡിന്റെ ആ എന്റെ യൂണിക് ആയിട്ടുള്ള കളർ തന്നെ വരണം എന്ന് പറയുമ്പോ അതേ മൈക്ക നമുക്ക് ഇവിടെ ഒട്ടിച്ച് എടുത്തേക്കണേണ്. നമുക്ക് വേറെ കളറിൽ കിട്ടുമല്ലോ. കിച്ചൺ കബോർഡിന് ഉപയോഗിക്കുന്ന അതേ കളറിലുള്ള മൈക്ക നമുക്ക് അവൈലബിൾ ആക്കുകയാണെങ്കിൽ നമ്മള് ഇവിടെ ഒട്ടിച്ചു കൊടുക്കാറുണ്ട്. ലോക്ക് നമ്മുടെ ഓപ്ഷൻ ഉണ്ടോ? കസ്റ്റമർ അവൈലബിൾ ആക്കി തരണമെങ്കിൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ലോക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ ചെയ്യുന്ന സ്പൈഡറിന്റെ ആന്റിക്കോ അല്ലെങ്കിൽ എസ്എസിന്റെ ആണെന്ന് വെച്ചാൽ അതങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പം ഫൈബർ ഡോറിന്റെ ഒരു സെക്ഷൻ ആണ്. അപ്പൊ ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫൈബർ ഡോർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ബാത്റൂമിനാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഓഫീസുകളിലും ബെഡ്റൂമുകളിലും ഉപയോഗിക്കാറുണ്ട്. നമുക്ക് 3 മോഡലാണ് വരുന്നത്. ഒന്ന് ബേസ്, പ്രീമിയം, ഗ്ലാസ് മോഡല്. ഇതൊരു പ്രീമിയം മോഡലാണ്. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നേക്കണേണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റ് അടിച്ച് നമ്മൾ വരച്ചിട്ട് ചെയ്തേക്കണേണ് ഡബിൾ കളറിൽ. ഇത് ഗ്ലാസ് ഡോർ ആണ്. ഈ ഗ്ലാസ് ഡോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് അകത്ത് കാണൂല, അകത്ത് നോക്കിയാൽ കാണൂല. ഇതൊരു ഗ്ലാസ് ഇട്ടിട്ടുണ്ടെങ്കിലും അകത്ത് ലൈറ്റ് ഇട്ടാൽ പോലും കാണൂല. ഇതിന് ഗ്ലാസ് വരുന്ന ഈ ഒരു പോർഷൻ മാത്രമാണ്, ആ ഒരു പോർഷനിൽ മാത്രമാണ്. അതുപോലെ പല മോഡലുകളുണ്ട് ഗ്ലാസ് ഉള്ളത്. പിന്നെ ഇത് ബേസ് മോഡൽ വന്നത് നമുക്ക് ഈ ബ്ലാക്ക് ലൈൻ ഇല്ലാണ്ട് നമ്മള് സാധാരണ ബേസ് മോഡൽ വരുന്നതുണ്ട്. ബേസ് മോഡലിൽ നമ്മൾ സാധാരണ വരച്ചേ വിടാറുള്ളൂ. പക്ഷെ പ്രീമിയത്തിൽ നമ്മൾ ഇതേപോലെ ആള് നിന്ന് വരച്ചെടുക്കണ ആണ് പ്രീമിയം. വുഡിന്റെ ഫിനിഷ് ഉണ്ടാവും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വുഡിന്റെ ഫിനിഷ് നമ്മൾ ആള് നിന്ന് ഇത് വരച്ചെടുക്കണാണ്. ഇത് കംപ്ലീറ്റ് വരച്ചെടുക്കണാണ്. അതേസമയം ഇപ്പുറത്ത് വരുന്നതിനകത്ത് അത് ജസ്റ്റ് വരച്ച് വിടണുള്ളൂ ബ്രഷ് കൊണ്ട്. അത് തന്നെ ഗ്രെയിൻസ് അതേപോലെ ചെയ്തെടുക്കണാണ്. കണ്ട ഒറ്റ നോട്ടത്തിൽ കണ്ട മരത്തിൽ ചെയ്തേക്കണ പോലെ തോന്നിക്കണമല്ലോ. അതുമായിട്ട് കൊട്ടിയാലാണ് നമുക്ക് അത് ഫൈബർ ആണെന്ന് തിരിച്ചറിയാൻ പറ്റും. ഇതിപ്പോ ഒരു മോഡൽ ഇതേപോലെ തന്നെ പല മോഡലുകളുണ്ട്. അത് ഇതേപോലെ തന്നെ വെറൈറ്റി ഒരുപാട് മോഡലുകളുണ്ട് ഫൈബർ ഡോറിൽ. മോൾഡ് നമ്മളുടെ
കാറ്റലോഗിൽ ഒരുപാടുണ്ട്. ഇപ്പൊ ഇവിടെ എല്ലാം വെക്കാൻ സൗകര്യം ഇല്ലാത്ത കാരണം കുറച്ച് വെച്ചിട്ടുണ്ട്. അല്ല, നമ്മളിപ്പോ ഒരു കസ്റ്റമറെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ ഒരു മോഡൽ വേണമെങ്കിൽ കാറ്റലോഗ് അയച്ചു കൊടുത്തിട്ട് കൺവിൻസ് ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുത്താൽ നിങ്ങൾ അതുപോലെ ചെയ്തു. പിന്നെ നമുക്ക് വരുന്നത് പ്രീമിയത്തിൽ വരുമ്പോ നമുക്ക് 9 സെന്റിമീറ്ററിന്റെ ഫ്രെയിം ഉണ്ടാവും. അതേസമയം ബേസ് ബോർഡിൽ വരുമ്പോ 7.5 സെന്റിമീറ്ററാണ് ഫ്രെയിം വരുന്നത്. അത് കൂടാണ്ട് നമ്മൾ 10 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട് ഡോറിന്. പിന്നെ ലോക്കിന് 2 ഇയർ വാറണ്ടി കൊടുക്കുന്നുണ്ട്. ഇത് നിങ്ങൾ സൈറ്റിൽ പോയി മെഷർമെന്റ് എടുത്തിട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ റേറ്റ് ആണ്. എങ്ങനെയാ ഇതിന്റെ റേറ്റ് വരുന്നത് ഒരു 7 രൂപ 7,000 രൂപയാണ് റേറ്റ് വരുന്നത്. ബേസും പ്രീമിയം ഒക്കെ അനുസരിച്ച് വ്യത്യാസം വരുന്നുണ്ട്. ഒരു 7,000 രൂപ റേറ്റ് വരുന്നുണ്ട്, ആവറേജ് വരുന്നുണ്ട്. കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ടോ? എങ്ങനെയാണ് നിങ്ങളുടെ സർവീസ്? കേരളത്തിൽ എല്ലായിടത്തും ചെയ്യുന്നുണ്ട്. ചെറിയ ഓർഡറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ അടുത്തുള്ള ജില്ലകളിലാണ് ചെയ്യണത്. നമ്മള് ഓൾ കേരള ചെയ്യുന്നുണ്ട്. ബൾക്ക് ഓർഡർ വരുമ്പോ ഓൾ കേരള ചെയ്യാറുണ്ട്. നമ്മൾ തമിഴ്നാട് തെങ്കാശിയിലും ചെയ്തിട്ടുണ്ട്. കുറച്ച് ക്വാണ്ടിറ്റി ആണെങ്കിൽ എറണാകുളം, തൃശ്ശൂര്, ആലപ്പുഴ, കോട്ടയം അങ്ങനെ ചുറ്റുവട്ടത്തുള്ള. ഇത് നമ്മുടെ WPC ഡോർ ഷട്ടറിന്റെ ഒരു സാമ്പിൾ ആണ്, സാമ്പിൾ പീസ് ആണ്. അപ്പൊ ഇത് കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ തിക്നെസ്. ഇത് എത്ര mm തിക്നെസ് ആണ്? ഇത് 28 mm തിക്നെസ് ആണ്. 28 mm തിക്നെസ്. ഇതിലിപ്പോ നമ്മൾ പെയിന്റ് ചെയ്തിരിക്കുന്നത് ഇത് മാറ്റ് ഫിനിഷ് ചെയ്തേക്കണേണ്, മെലാമിൻ അടിച്ചേക്കണേണ്, ഓട്ടോ പെയിന്റ് ആണ്. ഓട്ടോ പെയിന്റ് മാറ്റ് ഫിനിഷ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അകത്ത് ഗ്ലോസി ആണ്. ഇത് ഇവിടെ വരച്ചിട്ടില്ല, ചുമ്മാ അടിച്ചിട്ടേ ഉള്ളൂ. ഓക്കെ, ഇതിപ്പോ അറിയാൻ വേണ്ടിയാണ്. ഇതിപ്പോ വേറൊരു സാമ്പിൾ ആണ്. ഇത് ടീക്കൂട്ടിന്റെ മാറ്റ് ഫിനിഷ് ആണ്. ഇതിന്റെ ശരിക്കുള്ള ഇതാണ് ശരിക്കുള്ള കളർ. നമ്മൾ കളർ ചെയ്ത് വരുമ്പോ ഈ ഒരു മാറ്റ് ഫിനിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. വരച്ച് മാറ്റ് ഫിനിഷിലേക്ക് മാറ്റുകയാണ് ചെയ്യുന്നത്. ഇത് ഗ്ലോസി ഫിനിഷ്. ഇത് ഗ്ലോസി ഫിനിഷ്. ഇതിന്റെ തന്നെ ഗ്രെയിൻസ് ഗ്ലോസി തന്നെ. നമുക്ക് ഇത് വേണം, ഏത് കളറിൽ വേണേലും ചെയ്തെടുക്കാം. അത് അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങുമ്പോ ഈ ഒരു കളർ ആയിരിക്കും. പെയിന്റ് മാറ്റി ചെയ്ത് ഏത് കളറിൽ വേണേലും എങ്ങനെ വേണേലും ഒട്ടിക്കാം, ചെയ്തെടുക്കാം. ഓക്കെ. പിന്നെ ഈ ഒരു സാമ്പിൾ ഇരിക്കുന്ന എന്താണ്? ഇത് നിങ്ങളുടെ ഇത് ശരിക്കും പറഞ്ഞാൽ UPVCയുടെ പ്രൊഫൈലാണ്. നമുക്ക് ഇത് ശരിക്കും EIT എന്ന് പറഞ്ഞ പ്രീമിയം ബ്രാൻഡാണ്. ഇത് നമുക്കൊരു ഇത് അത്രയും പ്രീമിയം അല്ല എങ്കിലും ഇതിന് തമ്മിൽ ഒരു 10-30 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. UPVCയുടെ വിൻഡോസ് UPVCയുടെ വിൻഡോസ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നിലവിൽ നമ്മൾ അതിന്റെ ഫാക്ടറി അവിടെ ഉണ്ട്. അതിന്റെ അടുത്ത വീഡിയോയില് ഭാവിയിൽ വരുമ്പോ നമുക്കത് ഓരോ ഫാക്ടറിയില് ഓരോ ക്വാളിറ്റിയും അതിന്റെ മെഷീൻ അടിക്കുന്നതൊക്കെ കറക്റ്റ് ആയിട്ട് കാണാം. ഇപ്പൊ അത്ര ഇതായിട്ടില്ല ഇതിന്റെ നമുക്ക് നിലവിൽ ഇവിടെ ഡിസ്പ്ലേ ഇല്ലാന്ന് മാത്രമേ ഉള്ളൂ. അവിടെ ഫാക്ടറി ഉണ്ട്. ഫാക്ടറിയിൽ ഇതേപോലെ നമ്മൾ UPVC ജോയിൻ ചെയ്യണ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം ഇപ്പൊ ഒരു വീട്ടിലേക്ക് വേണ്ട ഒരു ഐറ്റംസ് എല്ലാം ഉണ്ടെന്നുള്ളത്. UPVC ഉണ്ട്, WPC ഉണ്ട്, ഈ സെക്ഷൻ അനുസരിച്ചാണ് ഇതിന്റെ വില വ്യത്യാസം. സെക്ഷനും ഇതിന്റെ അകത്ത് മെറ്റലും പോലെ ഇരിക്കും. ടാറ്റയുടെ മെറ്റൽ ഇരിക്കുന്നത്. ഇതിന്റെ സെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രാൻഡഡ് സെക്ഷനിൽ നമുക്ക് സ്ലൈഡിങ് വരുമ്പോ നമുക്ക് അടയ്ക്കുകയും തുറക്കുകയും ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. മറ്റേതിനകത്ത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ്, കുഴപ്പമൊന്നുമില്ല. എങ്കിലും ഇതിന്റെ അത്രയും പെർഫെക്ഷൻ ഈ പ്രൊഫൈലിന്റെ ക്വാളിറ്റിയിൽ ഒരിക്കലും ഇതിന്റെ ക്വാളിറ്റി ഇതിന് പറയാൻ പറ്റില്ല. എന്നാൽ ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരു 15 കൊല്ലം വാറണ്ടി നമുക്ക് ഇതിനകത്ത് പ്രൊഫൈലിന് കൊടുക്കാം, 5 ഇയർ വാറണ്ടി ഹാർഡ്വെയറിന് കൊടുക്കാം. ഇതിനകത്ത് മെറ്റൽ ഇല്ല. ഇതിനകത്ത് മെറ്റലാണ് ഇതിന്റെ സ്ട്രെങ്ത്. ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് സ്ക്രൂ ചെയ്യുമ്പോഴും ഇതെല്ലാം ചെയ്യണത് ഇതിന്റെ അകത്തായാലും ടാറ്റയുടെ തന്നെ മെറ്റലാണ് ഇടുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിറ്റി ഉള്ള സാധനം ഇട്ടാലാണ് അവിടെ നിൽക്കുള്ളൂ. കംപ്ലൈന്റ് കൊറോഷനും പല പ്രശ്നങ്ങളും ഉണ്ടാവും. പക്ഷേ ഈ ടാറ്റയുടെ ആകുമ്പോൾ കൊറോഷൻ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നമ്മൾ ചോദിക്കാൻ വിട്ടുപോയാൽ ഇപ്പൊ ഇതുപോലെ ഒരു ഡോർ WPC വില വരും? ഇത് നമുക്ക് റണ്ണിങ് ഫീറ്റ് വരുന്നത് 230 റേറ്റ് വരുന്നുണ്ട്. 4.2 ഫ്രൈമിനൊക്കെ റണ്ണിങ് ഫീറ്റ്. അത് ഓരോ ഇതനുസരിച്ചാണ്. 4.2, 4.2, 3.2 വരുന്നുണ്ട്. അപ്പോ 4.2 200 രൂപ റേറ്റ് വരുന്നുണ്ട്. 3.2 വരുമ്പോ 130 രൂപയോളം റേറ്റ് വരുന്നുണ്ട്. 3.2 വരുമ്പോ അങ്ങനെ ഓരോ ഇതനുസരിച്ചാണ് റേറ്റ് വരുന്നത്. നമ്മള് ഇപ്പോ സാധാരണ 1-2 ലൈൻ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഡോർ ചെയ്ത് കൊടുക്കുമ്പോൾ റേറ്റ് കാര്യമായിട്ടൊന്നും മേടിക്കാറില്ല. അതേസമയം ഇതേപോലെ 12 ലൈന് ഇത്ര ലൈനൊക്കെ വരുമ്പോ ഒരുപാട് ലൈൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ലേബർ കാശ് ചിലപ്പോൾ ഇത്തിരി കൂടും. അപ്പൊ നമ്മളൊരു ഡോർ ചെയ്ത് കൊടുക്കുമ്പോൾ 10-200 കൂടുതൽ വരും. പിന്നെ ഇതിനകത്തുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ കസ്റ്റമർക്ക് കസ്റ്റമൈസ് ചെയ്യാം. ഏത് ഡിസൈൻ വേണമെങ്കിലും സ്ട്രൈറ്റ് ലൈനിൽ ഏത് ഡിസൈൻ വേണമെങ്കിലും ചെയ്യാം. പിന്നെ വളവ് തന്നെ ഡിസൈൻസ് ഒക്കെ നമ്മൾ CNC കയറ്റി ചെയ്യാം. അങ്ങനെ ചെയ്യാം. പക്ഷെ അതിന് ഇത്തിരി പൈസ കോസ്റ്റ് വ്യത്യാസമുണ്ട്. ഇതാവുമ്പോ ഒരുപാട് ലൈൻസ് വരെയാണ് 200 കൂടുതൽ വരുന്നത്. നമുക്കൊരു മിനിമം 2-3 ലൈൻസോ ഒക്കെ ആണെങ്കിൽ ഒരു ഷട്ടർ 90-210 അതാ ബെഡ്റൂമിന്റെ ആണെങ്കിൽ എന്ത് വില? ഒരു 17 രൂപ ആ റേഞ്ച് വരുന്നുണ്ട് ഓരോ ഇതിനനുസരിച്ച്. പെയിന്റിങ്ങും എല്ലാം കൂടി കൂട്ടി
പല റേറ്റ് ആണ്. ഹാർഡ്വെയർ എല്ലാം കൂടെ ആണ്. ഹാർഡ്വെയർ ഐറ്റംസ് നമ്മൾ സ്പൈഡറിന്റെ ആന്റിക് ലോക്ക് ആണ് വെക്കണത്. പിന്നെ ടവർ ബോൾട്ട് ഉണ്ടാവും, ഇഞ്ചസ് ഉണ്ടാവും, SS ആണ് എല്ലാം ഉപയോഗിക്കുന്നത്. ഒരു 10-17 രൂപ റേറ്റ് വരുന്നുണ്ട്. നമ്മളിപ്പോ ഇവിടുത്തെ വർക്ക്ഷോപ്പിലാണ് നിൽക്കുന്നത്. ഇവിടെ വിൻഡോസിന്റെ ചട്ടം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വിൻഡോ ഫ്രെയിമിന്റെ അല്ലെ. ഇതിപ്പോ എങ്ങനെയാ ചെയ്യുന്നത്? ഇതിനകത്ത് വേറെ ഇത് തടി ചെയ്യുന്ന പോലൊക്കെ ചെയ്യാൻ പറ്റുമോ? മരത്തിൽ ചെയ്യണ പോലെ തന്നെ. പിന്നെ മരത്തിനേക്കാളും ചെതലരിക്കൂല, തുരുമ്പ് പിടിക്കൂല. സ്റ്റീലിനെ അപേക്ഷിച്ച് തുരുമ്പ് പിടിക്കൂല. പിന്നെ നമ്മളെ മരത്തിലെ പോലെ തന്നെ നമുക്ക് പട്ട, കമ്പി, റൗണ്ട്, അങ്ങനെ സ്ക്വയർ ഏത് വേണമെങ്കിലും ഇടാം. അതുപോലെയാണ് ഇതിന്റെ ഒരു സെറ്റിംഗ്. ഇതിപ്പോ എത്ര സൈസ് ആയത്? ഇത് എത്ര സൈസിലുള്ള? ഇത് 4:2 ഫ്രെയിമാണ് നമുക്ക് വരുന്നത്, ഐവറി കളറിലുള്ള. 4:2. ഇത് ഏത് ബ്രാൻഡാ? ഇത് നിലവിൽ 2 ബ്രാൻഡാണ് ഉള്ളത്. ഇത് സയോണ പ്ലാസ്റ്റ എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. സയോണ പ്ലാസ്റ്റ. പിന്നെ നമുക്ക് ഗ്രീൻ പ്ലാസ്റ്റ വുഡ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ് കൂടി ഉണ്ട്. 2 ബ്രാൻഡാണ് നമ്മൾ ചെയ്യുന്നത്. ശരി. അപ്പൊ ഇത് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇത് എങ്ങനെ സ്ക്രൂ ചെയ്യുവാണോ? ഇത് നമ്മൾ സാധാരണ മരത്തിൽ ചെയ്യണ ഉളി കൊണ്ട് തന്നെ ഇതൊക്കെ ഉളി കൊണ്ടൊക്കെ മരത്തിൽ ചെയ്യുന്ന എല്ലാ പരിപാടിയും ചെയ്യാം. ഒന്നുമില്ല. അടയ്ക്കാനും തുറക്കാനും ഉള്ള പ്രശ്നമൊന്നും വരത്തില്ല. ഓക്കെ. എന്നാ ഒന്ന് സെറ്റ് ചെയ്ത് കാണിക്കാം അതൊന്ന്. ഇതിപ്പോ നമ്മൾ ഫുള്ള് സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതിനകത്ത് ഇപ്പം പട്ടയം കമ്പി ഒന്നും ഇടണ്ടായോ? എങ്ങനെ ഇതിന്റെ? ഇത് കസ്റ്റമർ പട്ടയം കമ്പി പറയുകയാണെങ്കിൽ പട്ടയം കമ്പി, അല്ലെങ്കിൽ SS-ന്റെ റൗണ്ടോ സ്ക്വയറോ അങ്ങനെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അവർ പറയുന്നതനുസരിച്ച് നമ്മൾ ഹോൾ ഇട്ട് പട്ടയം കമ്പിയും കയറ്റി വിടുകയാണ് ചെയ്യുന്നത്. ഇനി അല്ല ഗ്രില്ലൊക്കെ ആണെങ്കിൽ അങ്ങനെ ഗ്രില്ല് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ചെയ്യണത്. കൂടുതലും കസ്റ്റമർ ഇപ്പൊ SS-ന്റെ സ്ക്വയർ റൗണ്ട് ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കസ്റ്റമേഴ്സ് പറയണത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പട്ടയം കമ്പിയും മതി എന്നാണ് പറയുന്നത്. അങ്ങനെ പ്രശ്നമൊന്നുമില്ല. മരത്തിന് പൊട്ടൽ വരുന്ന അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം ഇതിന് ഡെൻസിറ്റി ഉണ്ട്, ആവശ്യത്തിന് ഡെൻസിറ്റി ഉണ്ട്. ഇത് 0.85 ഡെൻസിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് 0.95 ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് 2 ടൈപ്പ് ഉണ്ട്. ഫ്രെയിമിനൊക്കെ കൂടുതലും 4.2, 4.2 ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. അത് 0.85, 95 ഉണ്ട്. അത് ചിലരെ റേറ്റും ബഡ്ജറ്റൊക്കെ പോലെ. ഇതിപ്പം സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ട്യൂബ് ഇട്ടിരിക്കുന്ന ഒരു വിൻഡോ ഫ്രെയിം ആണ്. ഇതിന്റെ രീതി എങ്ങനെയാണ്? ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഇത് 150-150ന്റെ ജല്ലാണ്. 150-150ന്റെ. അപ്പൊ എന്താ വെച്ചാൽ കസ്റ്റമർ പറഞ്ഞേക്കണേ SS-ന്റെ റൗണ്ട് ഇട്ടാ മതി എന്നാ പറഞ്ഞ. റൗണ്ട് ഇട്ട് കയറ്റുന്ന ഇതാണ്. അതിനെ പതുക്കെ അടിച്ച് കയറ്റി ാണ് നമ്മളിത് കയറ്റി വിടുന്നത്. SS 304 ആണ് നമ്മൾ ചെയ്തേക്കണം. കസ്റ്റമറോട് പറയാറുണ്ട് നമ്മൾ SS 304 തന്നെ കൂടിയ ക്വാളിറ്റി ഉള്ള സാധനമാണ് നമ്മൾ ഇടാറുണ്ട്. നമുക്ക് അവരുടെ റിക്വയർമെന്റ് പ്രകാരം ചെയ്തിരിക്കുന്നതാണ്. അവരുടെ റിക്വയർമെന്റ് പ്രകാരമാണ് ചെയ്തേക്കണം. അത് റൗണ്ട് ഇപ്പൊ കൂടുതലും SS-ന്റെ റൗണ്ടോ സ്ക്വയറോ ആണ് ആളുകൾ കൂടുതൽ പ്രിഫർ ചെയ്യണത്. പിന്നെ ഒരു പൈസ ഇത്തിരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പട്ടയം കമ്പി ആളുകൾ ഉപയോഗിക്കുന്നത്. നമ്മൾ ആദ്യം കണ്ടതിനകത്ത് ഈ ഒരു പിന്തല ഇല്ലാതായിരുന്നു. ഇതിനിപ്പോ പിന്തല. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്തല ഇട്ട് ചെയ്യുമ്പോ നമുക്ക് ഭിത്തിയിൽ വെക്കുമ്പോ നമുക്ക് ഇത്തിരി കൂടി സ്ട്രെങ്ത് കിട്ടും. കാരണം വെച്ചാൽ പിടുത്തം കിട്ടും. പിന്നെ അത് നമ്മള് ശരിക്കും പറഞ്ഞ വീട് പണിത് പൊക്കുമ്പോ വെച്ച് കെട്ടുമ്പോ ചെയ്യാൻ എളുപ്പമുള്ളത് ഇതാണ് പിന്തലിട്ട് ചെയ്യണം. പിന്തലിട്ട് 2 എൽ ക്ലാമ്പ് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര സ്ട്രോങ് ആയിരിക്കും. നമ്മളെ പഴയ വീടുകളിലൊക്കെ ചെയ്യുന്നത് വെച്ച് പണിയാണ്. ഇനി വീട് പണി തീർന്നൊരു മറ്റേ തേപ്പ് വരെ കഴിഞ്ഞ് വൈറ്റ് സിമെന്റ് അടിച്ചിട്ടേക്കണെങ്കിൽ ഈ തേപ്പ് കഴിഞ്ഞേക്കണെങ്കിൽ നമുക്ക് അവിടെ കുത്തി പൊളിക്കണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്തലിടാണ്ട് ചെയ്യാം. ഇത് പിന്തലിടാണ്ട് ചെയ്തേക്കണേ, മരത്തിൽ ചെയ്തേക്കണ പോലെ തന്നെയാണ് ചെയ്തേക്കണേ. ഇത് ഫിക്സ് ചെയ്യണത് സാധാരണ സ്ക്രൂ ചെയ്തിട്ടാണ്. അവിടെ എൽ ക്ലാമ്പ് ഇടണാണ് നമ്മൾ പ്രിഫർ ചെയ്യണത്. പിന്നെ തേച്ച് പോയിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് സ്ക്രൂ ചെയ്യണതാണ് നല്ലത്. അത് 6 ഇഞ്ചിന്റെ സ്ക്രൂ ആണ് നമ്മൾ ചെയ്യണത്. 6 ഇഞ്ചിന്റെ സ്ക്രൂ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോ ഒരു 3 എണ്ണം കൊടുത്തു കഴിഞ്ഞ് കഴിയുമ്പോ അവിടെ നിന്നോളൂ, പിടുത്തമുണ്ടാവും. പക്ഷേ ഈ എൽ ക്ലാമ്പ് ഇട്ട് ചെയ്യണതാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിടുത്തം അത്രയും പറയാൻ നിന്നോളൂ. അതാണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ നമുക്ക് ഇതിനകത്ത് ആൾക്കാർക്ക് അറിയേണ്ടത് നമുക്ക് വെച്ചും പണിയാം, അല്ല തേപ്പ് കഴിഞ്ഞിട്ട് പണിയാം. 2 രീതിയിലും പണിയാം. 2 രീതിയിൽ ഇത് ചെയ്യാം. തേപ്പ് കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുത്തി പൊളിക്കേണ്ട ആവശ്യം വന്നില്ല. ഇതേപോലെ ചെയ്യും ഡയറക്റ്റ്. പിന്നെ ഗ്ലാസ് ഒക്കെ പിടിപ്പിക്കാം, പിന്നെ സിമെന്റ് ഒന്നും ആവൂല. അങ്ങനെയൊക്കെയുള്ള ഗുണം ഇതിനകത്ത് ഈ സിമെന്റ് ആവൂല എന്നുള്ള. പക്ഷെ ഇതിനകത്ത് സിമെന്റ് ആയാലും നമുക്ക് തേച്ച് പേപ്പർ വെച്ച് പിടിച്ചാൽ കുഴപ്പമില്ല.
പക്ഷേ ഈ ഏറ്റവും പ്രിഫറബിൾ ക്ലാമ്പ് വെച്ച് തന്നെ പണിയണതാണ്. പിന്നെ നമ്മൾ വേറൊരു രീതിയിലുണ്ട്. ഇപ്പൊ നമുക്ക് 45-ല് കട്ട് ചെയ്ത് ജോയിൻ ചെയ്യിപ്പിക്കാം. അത് പണി എളുപ്പമാണ്. നമുക്ക് ക്ലയന്റിന് പെട്ടെന്ന് വേണം എന്ന് പറയുമ്പോൾ 45-ല് ചെയ്യണ നമുക്ക് കുറച്ചും കൂടി എളുപ്പം. മറ്റേതും നമ്മൾ സാധാരണ മരത്തിൽ ചെയ്യണ പോലെ തന്നെയാണ്. അത് ഇത്തിരി കൂടിയും സമയവും ലേബറും കൂടുതൽ എടുക്കണം എന്നുള്ളൂ. പക്ഷേ ഈ 45 ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഇതേപോലെ പിന്തലൊന്നും ഇടൂല. ഇപ്പൊ ഇത് മരത്തിൽ ചെയ്തേക്കണ പോലെ നമ്മൾ ഇവിടെ ഹോളിട്ട് ഇവിടെ കയറ്റി വെച്ചേക്കാണ്. എന്നിട്ട് സ്ക്രൂ ചെയ്യാണ് ചെയ്യണത്. ഡയറക്റ്റ് സ്ക്രൂ ചെയ്യണേ ചെയ്യണത്. നമുക്ക് പ്രധാനമായിട്ട് അറിയേണ്ടത് ഇങ്ങനെ ചെയ്താലും വില വ്യത്യാസം ഉണ്ടോ? ചെറിയ ലേബറിന്റെ വ്യത്യാസം വന്നിട്ടുണ്ട്. പിന്തലിട്ട് ചെയ്യുമ്പോൾ നമുക്ക് പിന്തല ഇവിടെ വരെ വരുമ്പോൾ അതിനനുസരിച്ച് റണ്ണിങ് ഫീറ്റിൽ ചെറിയ എമൗണ്ട് വ്യത്യാസമുണ്ട്. പിന്നെ ലേബറിലും ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇതിപ്പോ നമ്മൾ വേറൊരു കാര്യം, ഇങ്ങനെ പിന്തല ഇല്ലാതാണ് നിങ്ങൾ എടുക്കുന്നെങ്കിൽ ഇത് ഫിക്സ് ചെയ്യുന്ന നിങ്ങൾ തന്നെ ഒന്ന് സൈറ്റ് ഞങ്ങൾ തന്നെ ഫിക്സ് ചെയ്യാണ് ചെയ്യണത്. നമ്മൾ തന്നെ വന്ന് അളവെടുത്ത് നമ്മൾ തന്നെ ഒന്ന് ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇതാകുമ്പം ചെയ്യുന്ന മേസ്ത്രിമാര് തന്നെ ചെയ്തു പോവാറുണ്ട്. പിന്നെ ചിലര് തേപ്പ് കഴിഞ്ഞ് ആ പോർഷനിൽ മാത്രം അവിടെ ഏരി ഇട്ടേക്കും. പക്ഷെ അത് മേസ്ത്രിമാര് തന്നെ വന്ന് തേച്ച് ഇത് കഴിയാണ്. പക്ഷേ സ്ക്രൂ ചെയ്യുന്നത് നിങ്ങൾ തന്നെ ചെയ്യുന്നതായിരിക്കും. നമ്മൾ തന്നെ ചെയ്യണത്. ഇപ്പൊ മിക്കവാറും തേച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ആയിരിക്കും ചെയ്യണത്. നമുക്ക് നോർമലി അറിയണ്ടേ, ഇപ്പൊ ഒരു 3 പാളി വിൻഡോയ്ക്ക് നമ്മൾ നോർമൽ പട്ടയം കമ്പി ഒക്കെ ഇടുവാണെങ്കിൽ എന്തായിരിക്കും റേറ്റ്? അതിന്റെ റേറ്റ് ഇത് ചെയ്തു വരുമ്പോ ഈ 3 പാളി ചെയ്തു വരുമ്പോ ഏതാണ്ട് 9,500 9 രൂപ റേറ്റ് വരുന്നുണ്ട്. അത് ചില സമയത്തിന്റെ റേറ്റ് കൂടാം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് പെട്രോളിയം പ്രൊഡക്റ്റ് ആണ് ഈ WPC എന്ന് പറയുന്നത്. അതിന്റെ റേറ്റ് പെട്രോളിന്റെ വില മാറുന്നതനുസരിച്ച് മാറാം. പിന്നെ SS-ന്റെ ഒരു വലിയ സംഭവം തന്നെയാണ്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വില വ്യത്യാസം ഉണ്ടാവും. സ്ക്വയർ ആണെങ്കിൽ പിന്നെയും ഇത്തിരി കൂടി കൂടാം. പക്ഷെ സ്ക്വയറിന് ഇത്തിരി കാണാനും കൂടി ഭംഗി കൂടുതലാണ്. പക്ഷെ അതിനകത്ത് പണിയും കൂടുതലാണ്. അതിന്റെ റേറ്റും വ്യത്യാസം വരുന്നുണ്ട്. ഏകദേശം ആ ഒരു റേറ്റ് വരും, താഴെ വരുള്ളൂ. നമുക്ക് ഇവിടെ ഈ ഗോഡൌണിൽ പ്രധാനപ്പെട്ട വേറെ കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഈ ഷീറ്റുകൾ, ഡോറിന്റെ ഷട്ടറിന് പറ്റിയ ഷീറ്റ്, അല്ലാതെ ഇന്റീരിയർ കബോർഡുകൾക്ക് പറ്റിയ ഷീറ്റുകൾ, അതിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽസ് ഒന്ന് പറയാം. അതെന്ന് വെച്ചാൽ നമ്മള് മെയിൻ ഡോറുകൾക്കൊക്കെ ഒരു 30 mm ഒക്കെയാണ് നമ്മള് ഡോറിന്റെ ഷീറ്റിന്റെ തിക്നെസ് വരുന്നത്. അത് 7.3 വരുന്നത്. 7 അടി നീളവും 3 അടി വീതിയുള്ളത് വേണ്ടത്. പിന്നെ ഇന്റേണൽ ഡോറുകൾക്ക് 28 mm ആണ് കൂടുതൽ കസ്റ്റമർ പ്രിഫർ ചെയ്യുന്നത്. ബഡ്ജറ്റും റേറ്റും കുറവാണ് കമ്പാരിറ്റീവ്ലി. 30 mm 30 mm ഇത്തിരി കൂടി സ്ട്രോങ് ആണ്. ഒരു 2 mm കുറവ് വ്യത്യാസം ഉണ്ടാവും. നമുക്ക് ഇവിടെ ഏതൊക്കെ അവൈലബിൾ ആണ്? നമുക്ക് 28 mm ഉണ്ട്, 30 mm ഉണ്ട്, 24 mm ഉണ്ട്. ഈ 30 mm കൂടുതലും മെയിൻ ഡോറുകൾക്കും, 28 mm കൂടുതലും ഇന്റേണൽ ഡോറുകൾക്കും, 24 mm കൂടുതലും ബെഡ്റൂം ഡോറുകൾക്ക്, ബാത്റൂം ഡോറുകൾക്കുമാണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അതിനകത്ത് നമുക്ക് അതിന്റെ ഫ്രെയിമുകൾ വരുന്നത് 3 ടൈപ്പിലാണ്. 3.2, 4.2, 4.2. ഈ 3.2 കൂടുതലും ബാത്റൂമിനാണ് ഉപയോഗിക്കുന്നത്. ചെറിയ ഫ്രെയിം ആണെങ്കിലും നല്ല സ്ട്രോങ് ആണ്. പിന്നെ 4.2 ഉണ്ട്. 4.2 നമുക്ക് ബെഡ്റൂമിന് ഉപയോഗിക്കുന്നുണ്ട്, വിൻഡോസിനും ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ 4.2 കൂടുതലും നമുക്ക് ഡോർ ഫ്രെയിമുകൾക്കാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. നമുക്ക് ഇപ്പം ഇവിടുന്ന് നമുക്ക് മെറ്റീരിയൽ ആയിട്ട് നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതോ പണിതാണോ കൊടുക്കുന്നത്? നമ്മൾ മെറ്റീരിയൽ ആയിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മളുടെ മെറ്റീരിയൽ ആയിട്ട് ഈ കാർപ്പന്റേഴ്സും അങ്ങനെയുള്ള ആളുകൾ ഷോപ്പുകാരും കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി പണം എടുക്കാം. അവർക്ക് വേണമെങ്കിൽ കൊണ്ടുപോയി പണം എടുക്കാം. അപ്പൊ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് മെറ്റീരിയൽ മാത്രം മതി എന്ന് പറയുമ്പോൾ ആ അളവ് എത്ര പീസ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മള് പണിതും കൊടുക്കാറുണ്ട്. അതെന്ന് വെച്ചാൽ അവർ പറയുമ്പോ അവർ അളവ് തരുമ്പോ നമ്മൾ ആ അളവില് നമ്മൾ കൊട്ടേഷൻ കൊടുത്ത് ഓക്കെ ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ ചെന്ന് അളവെടുത്ത് സൈറ്റിൽ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ അതിന്റെ കൂടുതൽ നമ്മൾ പെയിന്റിങ്ങും ചെയ്യണ്ടേ. അത് നമുക്ക് ഇപ്പോ നമുക്ക് ഡോറുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഓട്ടോമോട്ടീവോ ഓട്ടോ പെയിന്റോ അല്ലെങ്കിൽ PU പെയിന്റോ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യാം. പിന്നെ മൈക്കോട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട് ഡോറുകൾക്ക്, അങ്ങനെയും ചെയ്യാറുണ്ട് കസ്റ്റമർ. അതാ ഞാൻ ചോദിച്ചു. അപ്പൊ ഇന്റീരിയറിന്റെ കബോർഡ് വർക്കുകളായിട്ടുണ്ടല്ലോ, അതിന്റെ എത്ര മമ്മിന്റെ? അത് സാധാരണ നമ്മുടെ നാട്ടില് 16 തൊട്ട് 18 വരെ ഉള്ള തിക്നെസ്സിലാണ് നമ്മുടെ 8.4 ഷീറ്റ് വരുന്നത്. ഇപ്പൊ നമുക്ക് ഇവിടെ 18 mm ഷീറ്റാണ് ഉള്ളത്. ഇത് 18 mm ആണ്. 0.65 ഡെൻസിറ്റിയിലാണ് വരുന്നത്. പിന്നെ അതിനകത്ത് 0.8 mm ഉണ്ട്. അത് ഈ കിച്ചൺ കബോർഡിന്റെ ഒക്കെ ബാക്ക് അടിക്കാൻ വേണ്ടി, ബോക്സ് അടിക്കാൻ വേണ്ടിട്ട് മെയിൻ ആയിട്ട് 18 mm ആണ്. 0.65 ഡെൻസിറ്റി ആണ് വരുന്നത്. ഇതിൽ മൈക്ക് ഇല്ലാതെ പ്ലെയിൻ ആയിട്ടുള്ളത്, പ്ലെയിൻ ആയിട്ടുള്ളത്, മൈക്ക് ഇല്ലാണ്ട് പ്ലെയിൻ ആയിട്ടുള്ളത്, ഐവറി കളറിലുള്ള. പിന്നെ നമുക്ക് ഇതിപ്പം എറണാകുളം ആണല്ലോ സ്ഥലം, നമുക്കിത് എവിടെയൊക്കെ നിങ്ങൾ ഇത് സപ്ലൈ? നമുക്ക് ഓൾ കേരള സപ്ലൈ കൊടുക്കുന്നുണ്ട്. നമ്മള് ഡോറും ഫ്രെയിമും നമ്മുടെ അടുത്ത് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ഡെലിവറി കൊടുക്കാറുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഷെയർ ചെയ്ത ഈ WPC മെറ്റീരിയലിനെ പറ്റിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.
അതുപോലെ ഇവരുടെ കോൺടാക്ട് നമ്പർ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ഇവരുമായിട്ട് നേരിട്ട് ബന്ധപ്പെടാവുന്നതാണ്. ഡീറ്റെയിൽ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുതിയൊരു വീഡിയോയിൽ പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.